പ്രിയമുള്ളവരെ, വചനജ്വാല 1564 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ 12 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള 12-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. കൃതജ്ഞതാ ഗീതം. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ടുതന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അങ്ങ് നഗരത്തെ കൽക്കൂമ്പാരമാക്കി സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി. വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി. അത് ഇനിമേൽ പണിതുയർത്തുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും. നിർദ്ദയരായ ജനങ്ങളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും. അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവും ആണ്. കൊടുങ്കാറ്റിൽ ശക്തിദുർഗവും കൊടുംവെയിലിൽ തണലും. നീചൻ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. മണലാരണ്യത്തിലെ ഉഷ്ണക്കാറ്റ് പോലെ വിദേശികളുടെ ആക്രോശം അങ്ങ് അടക്കുന്നു. മേഘത്തിന്റെ തണൽ വെയിൽ മറയ്ക്കുന്നത് പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കുന്നു. കർത്താവിന്റെ വിരുന്ന്. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള ഒരു വിരുന്ന്. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വെച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും. തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തും നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും: ഇതാ നമ്മുടെ ദൈവം, നമ്മയുടെ രക്ഷയുടെ പ്രത്യാശ നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും. ചാണകക്കുഴിയിൽ വൈക്കോൽ എന്ന പോലെ മോവാബ് അവിടെ ചവിട്ടി മെതിക്കപ്പെടും. നീന്തൽക്കാരൻ നീന്താൻ കൈവിരിക്കുന്നത് പോലെ അവൻ അതിന്റെ മധ്യത്തിൽ നിന്ന് കൈനീട്ടും. എന്നാൽ കർത്താവ് അവന്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർത്ഥ്യവും ഒന്നുപോലെ നശിപ്പിക്കും. അവന്റെ ഉന്നതമായ കോട്ടകളെ അവിടുന്ന് തകർത്ത് താഴേക്ക് ഇട്ട് പൊടിയാക്കി കളയും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മൾ ഗ്വാദലൂപ്പായിലെ ദിവ്യമാതയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. അമേരിക്കൻ വൻകരകളോടും പ്രത്യേകമായി മെക്സിക്കോയുടെയും മധ്യസ്ഥയും സംരക്ഷകയുമാണ് ഗ്വാദലൂപ്പായിലെ ദിവ്യമാത. മെക്സിക്കോ സിറ്റിയിലുള്ള മരിയം തീർത്ഥാടന കേന്ദ്രം ലോകപ്രസിദ്ധമാണ്. 1531 ഡിസംബർ 9
തെബയാക്കുന്നുകളിൽ വിശുദ്ധ ഹുവാന്തിയോഗയ്ക്ക് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫലമായി ഉണ്ടായതാണ് ഈ തീർത്ഥാടന കേന്ദ്രം. ഈ സ്ഥലത്ത് ഒരു ദേവാലയം പണിയണമെന്നതിൻ്റെ അടയാളമായി ഹുവാന്തിയോഗ ധരിച്ചിരുന്ന കള്ളിമുൾ ചെടിയുടെ നാരുകൊണ്ടുണ്ടാക്കിയ വസ്ത്രത്തിൽ മാതാവിൻ്റെ മനോഹരമായ ഒരു ചിത്രം പ്രത്യക്ഷമായി. ഈ മേലങ്കിയിൽ പതിഞ്ഞ ഈ ചിത്രം ഇന്നും ഒരു കേടുകൂടാതെ ഇരിക്കുന്നു. ഒരുപാട് അത്ഭുത സൗഖ്യങ്ങൾ നൽകിക്കൊണ്ട് ഗാദലൂപ്പായിൽ ഇന്നും മാതാവ് പരിലസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഷണ്ടാളിനെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. ബാല്യത്തിൽ അമ്മ മരിച്ച ജെയിൻ പിതാവിൻ്റെ കരങ്ങളിലാണ് വളർന്നത്. 20 വയസ്സിൽ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു പ്രധാനോദ്യോഗസ്ഥനായ ബാരന്തേ ഷണ്ടാൾ ഇവരെ വിവാഹം കഴിച്ചു. വിവാഹശേഷവും ദീർഘസമയം പ്രാർത്ഥനയിലും ജ്ഞാനവായനയിലും ചിലവഴിച്ചു. എന്നാൽ 28-ാം വയസ്സിൽ ഭർത്താവ് ഒരു നായാട്ടുമേളയിൽ വെടിയേറ്റ് മരിച്ചു. ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. 1604 ഫ്രാൻസിസയിൽ നോമ്പുകാല പ്രസംഗത്തിന് വന്നപ്പോൾ പരിചയപ്പെട്ട് പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ ധ്യാനിച്ച് കുട്ടികളുമായി പള്ളിയിൽ പോയി വീണ്ടും ഉച്ചഭക്ഷണം കഴിഞ്ഞ് ധ്യാനിച്ച് കുട്ടികളെ വേദോപദേശം പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ജെയിൻ്റെ ആഗ്രഹപ്രകാരം കന്യകാമറിയത്തിൻ്റെ വിസിറ്റേഷൻ സഭ സ്ഥാപിച്ചു. അത് ജെയിനെ ഏൽപ്പിച്ചു. വീട്ടുകാർ എതിർത്തെങ്കിലും ജെയിൻ്റെ സ്ഥിരത കണ്ട് സങ്കടത്തോടെ അനുമതി നൽകി. മൂത്ത മകളെ വിവാഹം ചെയ്തു. 2ാമത്തെ മകൾ മരിച്ചു. 3ാമത്തെ മകളെ വിവാഹം ചെയ്ത് മകനെ പിതാവിനെ ഏൽപ്പിച്ച് പുതിയ ഒരു മഠം കൂടി സ്ഥാപിച്ച് കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവർത്തികളിലൂടെ സഭ വളർന്നു വന്നു. എന്നാൽ ജെയിന് കുരിശുകൾ കുറവായിരുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസയിൽ മകൻ, മരുമകൻ എന്നിവർ മരിച്ചു. മഹാപ്ലേഗ് പടർന്നു. രോഗികൾക്ക് വേണ്ടി മഠത്തിലെ സർവസ്വവും നൽകി. ടൂറിനിൽ സഭയുടെ 86-ാം മഠം സ്ഥാപിച്ച് മടങ്ങും വഴി 69-ാം വയസ്സിൽ ജെയിൻ ദിവംഗതയായി. പ്രിയമുള്ളവരെ, ഗ്വാദലൂപ്പ മാതാവിൻ്റെയും വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദി ഷണ്ടാളിൻ്റെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.